ഒന്ന് സ്റ്റോപ്പ് ആക്കണേ. ചേട്ടാ, ഈ ഹൗസ് കേരള എവിടെയാ? എന്ത്? ആ കേരള ഹൗസ്. ഓ, ആ ചെക്ക് പോസ്റ്റും നേരെ പോയി വലത്തോട്ട് തിരിഞ്ഞ ഇടതുവശത്ത് കാണുന്ന വീടാ. നന്ദി. ശരി, ഞാൻ മിഞ്ഞാന്ന് വരും. അപ്പൊ ഒരു ചായ വാങ്ങിച്ചേരാ. மம்மி நீங்க உட்காருங்க. நீங்க எல்லாம் சாப்பிடுங்க, நான் அப்புறமா சாப்பிட்டுக்கிறேன். சாப்பிடாதே பொண்ணுங்களே, சாப்பிடாதே. ஓகே, சாப்பிடு சாப்பிடு. யாரா நீ? பைத்தியக்கார மாதிரி இருக்கு. ஐயா, எல்லாம் நீ என்ஜாய் பண்ற. இவ பிச்சைக்காரன்டே, ஒரு வருஷமா சாப்பாடே காணாம போயிடுறே. போ போ போ. இனி ഞാൻ யாருன்னு சொல்றேன். அதான் உன்னோட பேரா? என் பேரு கண்ணப்பன். எல்லாரும் என்ன டெஸ்டர் கண்ணப்பன் എന്ന് വിളിക്കും. இனி முதல் நீங்க என்ன சாப்பிடுறதுக்கு முன்னாடி நான் சாப்பிட்டுட்டு விஷம் கிஷம் இல்லன்னு உறப்பு வருத்தணும். എന്നിട്ട് தான் நீங்க சாப்பிடணும். ஏன் எதுக்கு சொல்றேன். கல்லுவாதுக்கள் தெரியுமா? இதுக்கு முன்னாடி அங்கதான் எனக்கு டியூட்டி. சாராய டெஸ்டர். ஒரு நாள் நான் லீவ் எடுத்தപ്പോൾ அங்கே சத்தது 40 பேர், கண்ணு போகுது 30 பேர். என் அப்பன் தான் വൈപ്പിങ്കറിലെ ടെസ്റ്റർ ആയിരുന്നത്. അപ്പന്റെ 4ാമത്തെ കല്യാണത്തിന് അപ്പൻ 2 ദിവസം ലീവ് എടുത്തപ്പോൾ അങ്ങേ 100 പേര് വടിയായി 150 പേരുടെ കണ്ണിന്റെ ഫീസ് പോச்சு. നിന്റെ കഥയൊന്നും ഇവിടെ ആർക്കും കേൾക്കണ്ട. അത് നീ പുറത്തിറങ്ങ്. நீங்க என்ன சொன்னாலும் ഞാൻ போக மாட்டேன். அந்த பெரிய தேவர் சார் தான் என்னை இங்கே அழைச்சது. ഹലോ. ആ വന്നു. ഓ அப்படியா? ശരി பெரியப்பா. இந்த உலகத்தில் 24,000 விஷம் இருக்கு. பட்டி விஷம், பூச்ச விஷம், பாம்பு விஷம், ஆன விஷம், ஆடு விஷம், எலி விஷம், டெலிவிஷன், காதல் விஷம், கை விஷம், மூக்கில் விஷம், വയറിൽ விஷம், നെഞ്ചിൽ விஷம். ഇതിലേത് വിഷമായാലും എനിക്ക് കേൾക്കാതെ ഞാൻ സാപ്പിട്ട് 5 മിനിറ്റ് കഴിഞ്ഞ് എന്റെ നഗരിലെല്ലാം നീല നിറം വന്നാൽ സാപ്പാടിൽ കണ്ടിപ്പാ വിഷം ഇருக்கு. മാമി ഇഡ്ലി കിഡ്ലി, സാമ്പാർ കീമ്പാർ, ചട്നി കിഡ്നി, വടക്കിടേ ഇവയിലൊന്നും വിഷമില്ല. ധൈര്യമായി താങ്ങിക്കോ. നാങ്ക പിന്നെ സാപ്പിട്ടുக்கலாம். ഇനി ഇത്രയല്ലേ ഉള്ളൂ. അത് നീ സാപ്പിട്ടുക്കോ. നോ താങ്ക് യു. ഞാൻ പോരുന്ന വഴി ഹോട്ടലിൽ നിന്ന് 2 പൊറോട്ടയും ഒരു ചായയും കഴിച്ചു. ഇനി നീങ്ക പച്ച തണ്ണി കുടിക്കണ കൂടി ഞാൻ കുടിച്ച് പാത്തക്കപ്പുറം താൻ കുടിക്കണം. കർമ്മ കർമ്മ. പിന്നെ ഒന്ന് കിടക്കണമല്ലോ. അപ്പോ ഇന്ന് തിരിച്ചു പോണില്ലേ? എവിടെ പോവാൻ? നിങ്ങൾ ഇവിടെ എത്ര ദിവസം ഉണ്ടോ അത്രയും ദിവസം ഞാൻ അവിടെ നിക്കണമെന്നാ പെരിയ തേവർ സാർ പറഞ്ഞിരിക്കുന്നത്. നോക്ക്, இங்க இருக்கிறதே ஒரே ஒரு பெட்ரூம் தான். அதுல நாங்க 4 பேர் கிடக்கிறதே கஷ்டம். കുഴപ്പമില്ല, നിങ്ങൾ 4 പേരുടെ കൂടെ അതിന്റെ ഓർത്ത് ഞാൻ കിടന്നോളാം. എന്നെ ഒരു സ്ത്രീയായി കണ്ടോളൂ, എനിക്ക് വിരോധമില്ല. ஐயா, வந்திருக்கிற ஒரு ஸ்திரீ லோலன்டா. வெளியில அம்மி கிடக்கிற வராந்தா ஒண்ணு இருக்கு, அங்க போய் கிடக்கு. ഓ, മമ്മി വരാന്തയിലാണ് കിടക്കുന്നത്. മമ്മി എങ്കിൽ മമ്മി. മമ്മി കാണാൻ എങ്ങനെ സുന്ദരിയാണോ? എന്റെ മോന്തക്കിട്ട് മമ്മിയല്ല, അരക്കിற അമ്മി. അരക്കണ അമ്മി മനുഷ്യനെ വെറുതെ കൊതിപ്പിച്ച്. വാ, 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 വാ. ഉച്ചയൂണിന് മുമ്പ് വിളിക്കുമോ എന്തിനാ? ടെസ്റ്റിങ്ങിനെ. വല്ലഭോ, എടാ വല്ലഭ. അയ്യോ, വാ വാസട്ടാ. എന്താണ് എന്താണ്? ഞാൻ വിചാരിച്ചു വന്നു വിചാരിച്ചു. ആര് വന്നെന്ന് വിചാരിച്ചു? എന്റെ ദൈവമേ, ഇതുപോലത്തെ പേടിച്ചു തുറന്ന. അതെ, ഞങ്ങൾക്ക് പേടിയുണ്ടെങ്കിലേ അത് നിന്റെ കാര്യത്തിലാ. ഇനി ഞങ്ങളോട് ചോദിക്കാതെ നീ അനങ്ങി പോരുത്. ആണാ? സെക്യൂരിറ്റിയാ. നീ എന്തോന്നും മിണ്ടാത്ത? നിങ്ങളല്ലേ പറഞ്ഞ അനങ്ങാൻ പാടില്ല. അതായത് അനങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളോട് ചോദിച്ചിട്ട് ഒരു കാര്യം ചെയ്യാൻ പാടില്ല. ഓ പിന്നെ നിന്നെ എവിടെ നിന്നെ എങ്ങോട്ട് പോണ്? എന്റെ ദൈവമേ, ഞാനൊന്ന് പുറത്തേക്ക് പോകണം. പുറത്തേക്ക് പോടാ. ഒന്ന് പിടിച്ചു പാത്തോട്ടാ. അഹിംസാവാദിയായി ഞാൻ ആയുധം കൈകൊണ്ട് തൊടാൻ പാടില്ല. ഇതൊരു ആയുധമായിട്ട് കാണണ്ട. നെല്ലുകുത്തുന്ന വെറും ഒരു ഒലക്കായിട്ട് സങ്കല്പിച്ചാ മതി. വെറും ഒലക്കാണെങ്കിൽ പിടിക്കാം. നിനക്ക് എന്തെങ്കിലും പറ്റിയാലേ പരമ്പ് അവനാ കുടുങ്ങുന്നത്. ആ ഒലക്കിങ്ങനെ അതായത് ഒന്ന് മാറി നിൽക്കടാ. എനിക്ക് ഒറ്റയ്ക്ക് ചെയ്ത് തീർക്കേണ്ട ജോലിയുള്ളൂ അത്. ബാത്റൂം ചെക്ക് ചെയ്യണം. അത് താണ്ടാ നോക്ക്. കേറാൻ പറ്റുന്നില്ല. ഞാൻ എന്തൊരു മണ്ടനാ, കുനിഞ്ഞു കയറിയാ പോലെ. സെക്യൂരിറ്റിയിൽ ഒരു നേരിയ പിഴവ് സംഭവിക്കാൻ പോലും ഞങ്ങൾ അനുവദിക്കില്ല. ഒരാൺതരി പോലും ബാത്റൂമിനകത്തില്ല. വെള്ളം ഉണ്ടടാ. പിന്നെ രാവിലെ അല്ലേ വെള്ളം? വെള്ളമൊക്കെ വൈകുന്നേരല്ലേ? എടാ, പൈപ്പിൽ വെള്ളം ഉണ്ടാന്ന് നോക്കടാ. ഓ, അടച്ചിട്ടിരിക്കുന്നു. ഉണ്ട്. ആരാകത്ത്? ഞാനാ. ഞാനാ. ഇതുവഴി രക്ഷപ്പെടാം. തുടങ്ങിയോ? തുടങ്ങാൻ പോണ. ശബ്ദത്തിനൊരു വ്യത്യാസം. വേഗം ജോലി തീർക്കണം.
കഴിഞ്ഞോ? ആ കഴിഞ്ഞു. അയ്യോ, ഇതെന്താ തമിഴ്നാട് ബാത്റൂമാ? ഇത് വഴി രക്ഷപ്പെടാ. തല തോർത്തിക്കോളൂ, ജലദോഷം വരണ്ട. അയ്യോ, എന്തോ കുഴപ്പമുണ്ട്. സെക്യൂരിറ്റിയിൽ എന്തോ പിഴവ് പറ്റിയെന്ന് തോന്നുന്നു. വല്ലഭന് പുല്ലുവായുധമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചവിട്ടി തുറക്കടാ. പക്ഷെ എന്റെ കയ്യിൽ പുല്ലില്ലല്ലോ. എടാ ഒലക്കൊണ്ട് ചവിട്ടി തുറക്കടാ പുല്ലേ. ഓക്കേ. കാണുന്നില്ലല്ലോ. ഇവനീ മുണ്ടൂരിട്ടെങ്ങാട് പോയി. ക്ലോസറ്റിൽ കാണാനില്ല. കാലടങ്ങടാ. അയ്യോ, ഇവന് താടിയുണ്ട്. ഇവൻ ദിനേശനല്ല. ആരാ നീ? അറബി പറയുന്നത് ബില്ലാദനാ. നീ എന്തിനാണ് അകത്തൊക്കെ തലയിട്ട്? തല മാത്രം അപ്പുറത്ത് കഴുകാന്ന് കരുതി. അതിന് ഹെൽമെറ്റ് എന്തിനാ? ഹെൽമെറ്റ് അല്ല, ഇത് ബക്കറ്റാ. വല്ലഭാ, ചെക്ക് ചെയ്യടാ. ആ ക്ലോസറ്റ് കൂടി ചെക്ക് ചെയ്യണം. ആ ക്ലോസറ്റും ചെമ്പും മഗ്ഗും സോപ്പ് പെട്ടിയും എല്ലാം ചെക്ക് ചെയ്യും. ആഹാ, എടാ വല്ലഭ ഇങ്ങടറങ്ങടാ. എടാ ഇങ്ങടറങ്ങടാ. എടാ തല തമിഴ്നാട്ടിൽ കിടക്കും. എടാ സൂക്ഷിച്ചിറങ്ങി. അയ്യോ, വല്ലഭൻ അവിടെ പോയി. കൊല്ലക്ക, വല്ലഭൻ അവിടെ പോയി. ഈ വല്ലഭൻ അങ്ങോട്ട് പോയി. വല്ലഭാ, വല്ലഭാ. ചേട്ടാ ഒരു ചായ. സാറ് സമയം എത്രയായി? പാവം, കണ്ട പൊട്ടനാന്ന് പറയേയില്ല. പൊട്ടനല്ല, പ്രാന്തനാ. എങ്ങാട് പോയി? അവന്മാരെ തല്ലി കൊല്ലുകയാണ് അവനെ. എന്താ നമ്മളിപ്പോ ചെയ്യേണ്ടത്? അരമണിക്കൂർ നേരത്തേക്ക് വാസുവേട്ടൻ അഹിംസ ഒന്ന് മാറ്റിവെക്ക്. ആനമുടിയെയും കട്ടപ്പനയും വിറപ്പിച്ച പഴയ വടിവാൾ വാസുവിന്റെ രൂപം ഒരിക്കൽ കൂടി പുറത്തെടുക്ക്. എന്നിട്ട് നമ്മുടെ ചങ്ങാതിയെ തല്ലിക്കൊല്ലുന്ന ചെകുത്താന്മാരെ ഭീമസേനൻ ബഹനെ പപ്പടം പൊടിച്ച പോലെ പൊടിച്ചിറക്കി കേട്ടാ. അവിടെ
എടീ നായിന്റെ മോളെ ആരും ഇല്ലേ ഇവിടെ? ചത്ത എല്ലാം ദേ കൊണ്ടുവന്നിട്ടുണ്ട് മുതല്. ഇനിയിപ്പോ ഒന്നും ചെയ്യണമെന്നില്ല. ഒരു ചെറിയ കുഴി കുഴിച്ച് അതിലിട്ട് മൂടിയാ മതി. ഇവന്റെ ജീവനാണല്ലോ നിനക്കൊക്കെ വേണ്ടത്. അതിനുവേണ്ടി എന്തെല്ലാം നാടകമായിരുന്നു. ഇവന്റെ ജീവൻ അപകടത്തിലാണ്. ഇവനെ കൊല്ലാൻ ആരൊക്കെ വരുന്നു. ഒക്കെ നിങ്ങളുടെ കളിയാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത വിഡ്ഢികളും ഞങ്ങള്. ഒരു പെണ്ണായി പോയത് നിന്റെ ഭാഗ്യം. നീ ആരാടി? പാറായുടെ മോളാ. പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ കൂലിത്തല്ലിയാരെ കൊണ്ട് തല്ലി ചതച്ച നീ പെണ്ണല്ല, ഭദ്രകാളിയാ ഭദ്രകാളി. കയ്യിൽ കുറെ കാശുണ്ടെന്ന് കരുതി എന്തോ ആകാന്നാ വിചാരിച്ചത്? ഇവൻ എന്തെങ്കിലും പറ്റിയാലോണ്ടല്ല. ഈ വാസുവിനെ നിങ്ങൾക്കൊന്നും അറിയാൻ പാടില്ല. കത്തിച്ചു കളഞ്ഞ എല്ലാത്തിനും. என்னடா அங்க கல்லனை போல பம்மி பம்மி நோக்கற? ഒന്നുമില്ല മാമി. പിന്നെ അത് വന്നേ ഏത് വന്ന് ഞാനല്ല ഏർപ്പാട് ചെയ്തത്. എന്നത്തുക്ക് അവനെ അടിക്കാൻ അന്ത മലയാളത്തന്മാരെ കന്യാകുമാരി വരെ അടിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് സിംഗനല്ലൂർ മാരിമുത്തൂര് 2500 രൂപ കൊടുത്തത് സുന്ദരി അമ്മതാ. ഞാൻ കൂടെ പോയെന്നേ ഉള്ളൂ. അയാം നിരപരാധി. அடிப்பாவி. ആരുടേത് இந்த ലെറ്റർ? ആർക്ക് വന്നത് இந்த ലെറ്റർ? The director, Asha Kendram, Mental Hospital for Children, Palakkad. Mr. Dineshan. ദിനേശന്റെ അനിയത്തി മെന്റൽ ഹോസ്പിറ്റലിലാ. ട്രീറ്റ്മെന്റ് കഴിഞ്ഞ അസുഖം പൂർണ്ണമായി മാറിയ കുട്ടിയാണ്. സാധാരണ ഇത്തരം കേസുകളിൽ റിക്കവറി വളരെ അപൂർവ. എന്നിട്ടും ചികിത്സാ ചെലവ് തന്ന കുട്ടിയെ കൂട്ടിക്കൊണ്ടു പോയില്ലാന്ന് വെച്ചാ ബില്ല് ഞാൻ പേ ചെയ്തോളാം മദർ. അത് മാത്രമല്ല, മനോനില തെറ്റിയ മറ്റു കുട്ടികളുമായുള്ള സഹവാസം അവളെ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് എത്തിച്ചുകൂടാന്നില്ല. അതിന്ന് പിന്നെ ആ കുട്ടിയെ രക്ഷപ്പെടുത്താൻ കർത്താവിന് മാത്രമേ കഴിയുള്ളൂ. ദേ മായ. ഏട്ടൻ ഉടനെ വരും മായക്കുട്ടി കൂട്ടിക്കൊണ്ടു പോവാൻ.